അതിർത്തിയിലുള്ള മലയടിവാരത്തെ കാപ്പിത്തോട്ടത്തിൽ ഒരു മലമുഴക്കി വേഴാമ്പൽ കൂടുവച്ചെന്ന വിവരം ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൃശ്യം പകർത്താനായി മലമുഴക്കിയുടെ കൂടുള്ള മരത്തിന് താഴെ ഞങ്ങൾ ക്യാമറയുമായി ഇരിപ്പുറപ്പിച്ചു. കാത്തിരിപ്പ് മണിക്കൂറുകൾ നീണ്ടപ്പോൾ കാപ്പിത്തോട്ടത്തിനുള്ളിൽ ഈ റിപ്പോർട്ടർ ഒരു ചെറിയ മയക്കത്തിലായി. ഒടുവിൽ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ആ സുന്ദരനെത്തി. തലയുടെ മുകളിൽ പല വർണ്ണങ്ങളിലുള്ള കിരീടം വെച്ച പോലെ. സ്വർണവും കറുപ്പും വെള്ളയുമൊക്കെ ഇടകലർന്ന ഭീമാകാരം പക്ഷി. കൂടിന്റെ തൊട്ടടുത്തുള്ള മരത്തിന്റെ ചില്ലയിലെത്തി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നെ കൂട്ടിനുള്ളിൽ മുട്ടകൾക്ക് അടയിരിക്കുന്ന പെൺവേഴാമ്പലിന് പഴങ്ങൾ ഓരോന്നായി നൽകി. തൂവൽ പൊഴിഞ്ഞ് നഗ്നമായ അവസ്ഥയിലാണ് പെൺവേഴാമ്പൽ മുട്ടകൾക്ക് അടയിരിക്കുന്നത്. ഈ കാലയളവിൽ ഒരു ദിവസം 10 തവണയെങ്കിലും ആൺവേഴാമ്പൽ തീറ്റയുമായി എത്തും. പ്രിയതമയ്ക്ക് പഴങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും ആൺവേഴാമ്പലിന്റെ ശ്രദ്ധ ആരെയും അത്ഭുതപ്പെടുത്തും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോഴാണ് പെൺവേഴാമ്പൽ തൂവലൊക്കെ വെച്ച് സുന്ദരിയായി കൂടിന് പുറത്തേക്ക് വരുന്നത്. പിന്നീട് രണ്ടുപേരും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകും. മുട്ട വിരിയുന്നതിന് മുമ്പുള്ള ഏതാനും ദിവസം കൂടി ആൺവേഴാമ്പലിന്റെ ഈ ദൗത്യം തുടരും. പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും പുറത്തു വരുന്നതുവരെ ഈ കൂട് എവിടെയാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പക്ഷികളെയും അവയുടെ കൂട് നിർമ്മാണത്തെയും കുറിച്ച് പറഞ്ഞാലോ. ആദ്യം നമുക്കെല്ലാം സുപരിചിതയായ കാക്കയെ കുറിച്ച് തന്നെ പറയാം. ഇംഗ്ലീഷിൽ കാക്കയുടെ നാമം ക്രോ എന്നാണ്. ഇനി ഈ കാക്കത്തമ്പുരാട്ടിയുടെ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് പറയാം. കമ്പി, മരക്കഷ്ണം, നാരുകൾ, ചെറിയ ചെറിയ ചില്ലകൾ, അങ്ങനെ ഒരുവിധം എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് വളരെ പരുക്കൻ രൂപത്തിലാണ് കൂട് നിർമ്മാണം. ഇതാരാണെന്നറിയാമോ? കണ്ടാൽ കാക്കയെ പോലെ തോന്നുമെങ്കിലും കാക്കയല്ല, കുയിൽ. ഇംഗ്ലീഷ് നാമം കോയൽ. നന്നായി പാടാൻ കഴിയുന്ന ഇവൾ കൂടുണ്ടാക്കാൻ തനി മടിച്ചിയാണ്. കാക്കക്കൂട്ടിൽ മുട്ടയിട്ട് കാക്കയാണ് തന്റെ കുഞ്ഞുങ്ങളെ കൊത്തിവിരിക്കുന്നത്. തുന്നൽക്കാരി പക്ഷി അഥവാ ടൈലർ ബേർഡ് മുൾപടർപ്പിൽ അതിൻ്റെ മൂർച്ചയുള്ള കൊക്കുകൾ ഉപയോഗിച്ച് ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നി യോജിപ്പിച്ച് അതിമനോഹരമായിട്ടാണ് കൂട് നിർമ്മാണം. ഇലകൾക്കടിയിലായിട്ടാണ് മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വിരിക്കുന്നതും. ഇന്ത്യൻ റോബിൻ അഥവാ മണ്ണാത്തിപ്പുള്ള്
മണ്ണാത്തിക്കിളി എന്നീ നാട്ടുപേരിൽ അറിയപ്പെടുന്ന ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. പുല്ലുകൾ, ചെറിയ ചെറിയ ചില്ലകൾ, മൃദുവായ വേരുകൾ ഇവയെല്ലാം കൊണ്ടാണ് ഈ മനോഹരമായ കൂട് നിർമ്മാണം. ചിന്ന കുട്ടുറുവൻ അഥവാ ബാർബറ്റ്. ഈ പക്ഷി കൂടുണ്ടാക്കി മക്കളെ പോറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ മരത്തിൽ ദ്വാരമുണ്ടാക്കിയാണ്, നമ്മുടെ മരംകൊത്തിയെ പോലെ. സൺബേർഡ്സ് അഥവാ തേൻകുരുവി. പേരുപോലെ തന്നെ തേൻ ഒരു പ്രധാന ഭക്ഷണമാണ്. ഈ നീളമുള്ള കൂർത്ത ചുണ്ടുകൾ അതിന് സഹായിക്കുന്നു. എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നതെന്ന് നോക്കാം. മുടി, പുല്ല്, നേർത്ത ചില്ലകൾ, ഇലകൾ, പഞ്ഞി എന്നിവ ഉപയോഗിച്ചാണ് കൂട് നിർമ്മാണം. വീവർ ബേർഡ്. ആറ്റക്കുരുവി, തൂക്കണാംകുരുവി, കൂരിയാറ്റ എന്നീ പേരിലെല്ലാം അറിയപ്പെടുന്ന ഈ ചെറുപക്ഷിയുടെ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. നേർത്ത നാരുകൾ, പുല്ലുകൾ, വേരുകൾ, പഞ്ഞി, ചിലന്തിവല ഇങ്ങനെയുള്ള നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. നിങ്ങൾക്കറിയാമോ, ആൺപക്ഷികളാണ് കൂട് നിർമ്മിക്കുന്നത്. തങ്ങൾക്ക് മുട്ടയിട്ടടവിരിക്കാൻ ഏതു കൂട് വേണം എന്ന് തിരഞ്ഞെടുക്കുന്നതോ പെൺപക്ഷികളും. ഇങ്ങനെ പക്ഷികളുടെ ലോകം വളരെ മനോഹരമാണ്. നമുക്ക് ചുറ്റും ധാരാളം പക്ഷികളുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂട് ഏതാണെന്നറിയാമോ? ദക്ഷിണാഫ്രിക്കയിൽ കാണുന്ന വീവർ പക്ഷികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷികൾ. ഇവരുണ്ടാക്കുന്ന കൂടിന്റെ വലിപ്പം അതിശയിപ്പിക്കുന്നതാണ്. അകലെ നിന്നും നോക്കിയാൽ ഒരു വലിയ വൈക്കോൽ കൂമ്പാരമാണെന്നേ തോന്നും. ഈ കൂട്ടിൽ നൂറുകണക്കിന് വീവർ പക്ഷികൾക്ക് സുഖമായി പാർക്കാം. വാതിലുകൾ എല്ലാം കൂടിന്റെ അടിഭാഗത്താണ്. മറ്റ് പക്ഷികൾ പ്രജനനകാലത്ത് മാത്രം കൂടുകൂട്ടുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ വീവർ പക്ഷികൾ തലമുറകളോളം തങ്ങളുടെ കൂട് സംരക്ഷിച്ചു പോരുന്നു. ഉണങ്ങിയ പുല്ലും നാരുകളും കളിമണ്ണും ഇലകളും കൊണ്ട് നിർമ്മിക്കുന്ന ഈ കൂടുകൾക്ക് നല്ല ഭാരമുണ്ടാകും. ഏറ്റവും നടുഭാഗത്തുള്ള കൂടുകളിലാണ് വീവർ പക്ഷികൾ രാത്രി കഴിച്ചു കൂട്ടുന്നത്. ഓരോ കുടുംബത്തിനും പ്രത്യേകം അറകളുള്ള ഇവയുടെ കൂട്ടിൽ 100ഓളം കുടുംബങ്ങൾക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയും. കൂടിന്റെ പുറം ഭാഗത്ത് 16 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുമ്പോൾ കൂടിന്റെ ഉള്ളറകളിൽ അതിന്റെ പകുതി ചൂട് മാത്രമേ അനുഭവപ്പെടൂ. എന്തായാലും സോഷ്യബിൾ വീവർ എന്ന കുരുവി പറവലോകത്തെ ഒരു അത്ഭുതമാണ്. ദേശാടന പക്ഷികൾ. ആഹാരം, പ്രജനനം എന്നിവയ്ക്കും വരൾച്ച, അതിശൈത്യം എന്നിവയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് പക്ഷികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറുണ്ട്. ഈ യാത്ര ദേശാടനം എന്നറിയപ്പെടുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ഇവ പുറപ്പെട്ട പ്രദേശത്തു തന്നെ തിരിച്ചെത്തുന്നു. നിരവധി ദേശാടന പക്ഷികളാണ് കേരളത്തിൽ വിരുന്നെത്താറുള്ളത്. 100 കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പല പക്ഷികളും എത്തുന്നത്. നാഗമോഗൻ, പാരഡൈസ് ഫ്ലൈ കാച്ചർ.
അതിസുന്ദരൻ പക്ഷിയാണ് പാരഡൈസ് ഫ്ലൈ കാച്ചർ. 3 നിറങ്ങളാൽ ശരീരം മനോഹരമാക്കുന്ന ഈ പക്ഷി വംശനാശം നേരിടുന്നു. പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രം ഇതിനെ കണ്ടുവരുന്നു. പറുദീസയിലെ പക്ഷി എന്ന പേര് വീഴാൻ കാരണം തന്നെ ഇതിൻ്റെ മനോഹാരിതയും ജീവിതശൈലിയുമത്രേ. കാശ്മീർ താഴ്വരയിലെ പ്രകൃതി രമണീയമായ ഉദ്യാനങ്ങളിൽ അതിഥിയായി എത്താറുണ്ട്. തണുപ്പ് ആരംഭിക്കുമ്പോൾ അവിടെ നിന്നും വീണ്ടും ദേശാടനം തുടരുകയായി. പക്ഷികളിൽ ഏറ്റവും ഉന്നതമായ മേഖലയിൽ ഉൾപ്പെട്ടതുകൊണ്ടാകാം ഇതിന്റെ പേര് പറുദീസ അഥവാ പാരഡൈസ് എന്ന പദമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കറുത്ത നിറമുള്ള തലയും ചുണ്ടും, ഓറഞ്ച് നിറമുള്ള ചിറകുകളും, നീണ്ട വാലും, ഉടലിനു താഴെ വെളുത്ത നിറവും ഈ പക്ഷിയുടെ പ്രത്യേകതയാണ്. പച്ചിലകളും പഴങ്ങളും ധാരാളമുള്ള മരങ്ങളിൽ നീണ്ടുകിടക്കുന്ന വാലും ചലിപ്പിച്ച് വിശ്രമിക്കുകയാണ് പ്രധാന ഹോബി. പയർമണികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ഇവയൊക്കെയാണ് മുഖ്യ ഭക്ഷണം. തലയുടെ മുകൾ ഭാഗത്ത് കൂർത്ത തൊപ്പി പോലെ രോമങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഏകദേശം സെപ്റ്റംബർ മുതൽ മെയ് വരെ നാഗമോകനെ നമ്മുടെ നാട്ടിൽ എങ്ങും കാണുക. നാഗമോകന്റെ പറക്കലിന് നല്ല വേഗതയും അഴകുമുണ്ട്. പ്രത്യേകിച്ച് ആൺപക്ഷികൾ സദാ പറന്നുകൊണ്ടിരിക്കാറില്ല. ചുറ്റും കാണാൻ പറ്റിയ വല്ല മരക്കൊമ്പിലും ഇരിപ്പുറപ്പിച്ച് ഇരയെ കാണുമ്പോൾ മാത്രം പെട്ടെന്ന് പറക്കുകയാണ് ഇവയുടെ സ്വഭാവം. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള വളപ്പുകളിലും കുറ്റിക്കാടുകൾ, വനങ്ങൾ ഇവയിലും കാണാം. ഇന്ത്യൻ മഞ്ഞക്കിളി. കൊക്ക് നല്ല ചുമപ്പ്. കൊക്കിൽ നിന്നും തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറുകിയ കൺപട്ട നല്ല കറുപ്പ്. പൂവന് ചിറകുകളുടെ ഓരവും നല്ല കറുപ്പാണ്. ഇതിൻ്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ട്, വാലിൻ്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം വർണ്ണശോഭയില്ല. ദേശാടകനായ മഞ്ഞക്കിളിക്ക് നമ്മുടെ വളപ്പുകളേക്കാൾ മലയടിവാരത്തും മലം ചെരുവുകളിലുമുള്ള കാടുകളാണ് ഇഷ്ടം. നാട്ടിൻപുറങ്ങളിൽ ഇവയെ ഒറ്റയ്ക്കും അങ്ങിങ്ങും കാണാമെങ്കിലും കാടുകളിലാണ് കൂടുതൽ കാണുക. നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദേശാടകനായ ഇന്ത്യൻ മഞ്ഞക്കിളി നാടുവിട്ടു പോയിരിക്കും. മഞ്ഞക്കറുപ്പന്റെ ശബ്ദത്തേക്കാൾ ശ്രവണമധുരമാണ് മഞ്ഞക്കിളിയുടേത്. ഇന്ത്യൻ മഞ്ഞക്കിളി വേനൽക്കാലത്ത് ഉത്തരേന്ത്യയിലും കാശ്മീരിലും ഹിമാലയത്തിലും പ്രജനനം നിർവഹിക്കുന്നു. സെപ്റ്റംബറിലും ഏപ്രിലിനുമിടയിലാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ കാണുക. ദേശാടന പക്ഷികൾ. ഭക്ഷണം, പ്രജനനം, പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടൽ എന്നിവയ്ക്കായി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും. ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ. നമുക്ക് ഏതാനും ചില ദേശാടന പക്ഷികളെ പരിചയപ്പെടാം.
ദേശാടന പക്ഷികളെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുള്ളവർ എന്തായാലും കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു പേരാണ് ആർട്ടിക് ടേൺ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേണുകൾ. പക്ഷികളിൽ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിലും ആർട്ടിക് ടേൺ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശാടനക്കാരൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ഈ ഒരു റെക്കോർഡ് പക്ഷി ലോകത്തിൽ മാത്രമല്ല മറ്റു ജീവജാലങ്ങളെ എടുത്തു നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്നതും ഈ കൊച്ചു പക്ഷി തന്നെയാണ്. പുതിയ പഠനങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ ആർട്ടിക് ടേണുകൾ ഓരോ വർഷവും ഏകദേശം 71,000 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൂരമോ വരെ സഞ്ചരിക്കും. ഇത്തരത്തിൽ ആർട്ടിക് ടേണുകൾ അവയുടെ ജീവിത കാലയളവിൽ 1.5 ദശലക്ഷം മൈൽ അല്ലെങ്കിൽ 20 ലക്ഷം കിലോമീറ്ററിന് മുകളിൽ വരെ സഞ്ചരിക്കും. കുറച്ചും കൂടി എളുപ്പമായി പറയുകയാണെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ചന്ദ്രനിൽ പോയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരാവുന്ന അത്രയും ദൂരം. ഇവ ദേശാടനം നടത്തുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആർട്ടിക് ടേണുകൾ ഉത്തര ധ്രുവ മേഖലയിലെ ഗ്രീൻലാൻഡിൽ നിന്നും യാത്ര തുടങ്ങുന്നത്. ദക്ഷിണ ധ്രുവത്തിലെ വെഡൽ കടലാണ് അവയുടെ ലക്ഷ്യം. 4-5 മാസം ഇവിടെ ചെലവഴിച്ച് മടക്കയാത്ര തുടങ്ങുന്ന പക്ഷി മെയ് ജൂൺ മാസങ്ങളിൽ സ്വദേശത്ത് തിരിച്ചെത്തും. ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയടിക്കല്ല പക്ഷി പറക്കുന്നത്. ഉത്തര അറ്റ്ലാന്റിക്കിന് നടുവിൽ അസോറാസിനടുത്താണ് ഇവയുടെ ഇടത്താവളം. ഇവിടെ തങ്ങി ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് തെക്കോട്ട് യാത്ര തുടരും. പടിഞ്ഞാറൻ യൂറോപ്പും പടിഞ്ഞാറൻ ആഫ്രിക്കയും പിന്നിടുമ്പോൾ വഴി 2ആയി പിരിയും. കുറച്ചു പക്ഷികൾ ആഫ്രിക്കൻ തീരത്തുകൂടെ മുന്നോട്ട് പോകും. ബാക്കിയുള്ളവ ബ്രസീലിന്റെ തീരത്തുകൂടെ യാത്ര തുടരും. തണുപ്പുകാലം ദക്ഷിണ ധ്രുവത്തിൽ ചെലവഴിച്ചാണ് പിന്നീടുള്ള മടക്കയാത്ര. പക്ഷികളുടെ കാലിൽ ഘടിപ്പിച്ച കുഞ്ഞു ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ സംഘം ആർട്ടിക് ടേണിന്റെ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. ആർട്ടിക് ടേണുകൾ ഇടത്തരം പക്ഷികളാണ്. അവയുടെ നീളം 26 മുതൽ 39 സെന്റിമീറ്റർ വരെ ഉണ്ടാകും. ഭാരമാകട്ടെ 100 ഗ്രാം വരെയും. വെളുത്ത നിറമുള്ള ശരീരത്തിൽ ചിറകും പുറവുമെല്ലാം നേരിയ ചാരനിറം പൂശിയിട്ടുണ്ട്. നെറ്റിയിൽ തുടങ്ങി കണ്ണിന് വശങ്ങളിലൂടെ കിരീടം പോലെ കറുത്ത നിറം കഴുത്തിന് പുറകുവശം വരെ ഉള്ളതായി കാണാം. ചുവന്ന കൊക്കും കാലുകളുമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ആയുസ് എന്ന് പറയുന്നത് 15 മുതൽ 30 വർഷം വരെയാണ്. ആർട്ടിക് ടേണുകൾ 1 മുതൽ 3 വരെ മുട്ടകളാണ് ഇടാറുള്ളത്. കാടമുട്ടകളോടെ രൂപസാദൃശ്യം തോന്നുന്ന പുള്ളികളുള്ള മുട്ടകളാണിവ. ആർട്ടിക് പ്രദേശങ്ങളിലെ വൃക്ഷമില്ലാത്ത സ്ഥലങ്ങളിലും തുറന്ന ബോറിയൻ വനത്തിലും ചെറിയ ദ്വീപുകളിലും വടക്കൻ അറ്റ്ലാന്റിക് തീരത്തുള്ള ബാരിയൻ ബീച്ചിലുമാണിവ പ്രജനനം നടത്തുന്നത്. നഗ്നമായ പാറയിലോ അല്ലെങ്കിൽ മണൽത്തിട്ടിലോ വലിയ സജ്ജീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇവ മുട്ടയിടുന്നത്. ആർട്ടിക് ടേണിന്റെ ഭക്ഷണ രീതി സ്ഥലത്തെയും സമയത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. പൊതുവെ മത്സ്യങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം. ദേശാടന പ്രിയരായ ആർട്ടിക് ടേൺ എന്ന പക്ഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. It's now late July, and the last of Svalbard's summer visitors are only just settling in. Arctic terns have come all the way from the other end of the earth, from Antarctica, the longest migration of any animal, over 30,000 kilometers. But in 3 weeks, they'll have to fly all the way back again. And their chicks have only just hatched. In only 21 days' time, this ball of fluff will need to fly 30,000 kilometers. But it's well worth the parents traveling all this way. Svalbard's super-rich waters contain all the energy required. All they have to do is transport it from ocean to beak.
As the adults fish non-stop, sometimes they have to leave a chick on its own. And because terns nest on the ground, that can make it vulnerable. The retreating sea ice has now forced Svalbard's largest predator onto the land, and it's coming this way. Now is the toughest time for polar bears. It loses a kilo of body weight for every day it spends on the land. The great ice bear turns scavenger, and he's starving. Not a good moment to break your cover. But the chick's cries for help have been heard. Terns may look dainty, but they are highly aggressive and totally fearless. Repeated attacks draw blood from the bear's sensitive nose. The Arctic's top predator, driven away by one of its smallest birds.